ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു ക്യാൻവാസ് പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ്, കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന അത്രയും സിമ്പിളായിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ള ക്യാൻവാസ് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളൊരു ബുക്ക്ലെറ്റ് പോലെ ഇങ്ങനെ വാങ്ങിക്കുന്നതായിട്ട് ഒരു 15 എണ്ണത്തിൻ്റെ ഒരു ക്യാൻവാസ് ഷീറ്റാണ്. നല്ല ഫാബ്രിക് പോലുള്ള ടൈപ്പ് ക്യാൻവാസ് ഷീറ്റാണ്. അപ്പോൾ ഇതൊക്കെ കുറേ നേരത്തെ ഞാൻ വാങ്ങിച്ചതൊന്നും ചെയ്യാറില്ലായിരുന്നു. അപ്പം നമ്മൾ ആദ്യം അതിലേക്കൊന്നും ഇങ്ങനെ ഒരു ബേസ് കോട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻ്റ് ആണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ക്യാൻവാസ് ഷീറ്റ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരം ചാർട്ട് പേപ്പർ അല്ലെങ്കിൽ A4 ഷീറ്റ് വൈറ്റ് പേപ്പർ ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആ ഒരു ക്യാൻവാസ് ഷീറ്റ് കംപ്ലീറ്റ് ആയിട്ടും പെയിൻറ്റൊക്കെ ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് സിമ്പിളായിട്ടുള്ള പെയിൻറ്റിങ് ആട്ടോ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് കളർ ആക്രിലിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു 1-2 ഡ്രോപ്പായിട്ട് പെയിൻ്റ് ഒന്നിങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ടൊന്നിങ്ങനെ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളെ കയ്യിൽ പെയിൻറ്റിൻ്റെ ട്യൂബ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് സ്ക്വീസ് ചെയ്തിട്ട് ഓരോ ഡ്രോപ്പ് ആക്കിയിട്ടൊന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതിയേ. അങ്ങനെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചിങ്ങനെ വൈറ്റ് കളർ പെയിൻറ്റൊക്കെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാനിവിടെ യെല്ലോ കളർ ആക്രിലിക് പെയിൻറ്റ് ഓരോ ഡ്രോപ്പായിട്ടൊന്നും അങ്ങനെ ഒരുപാടില്ല, കുറച്ച് മാത്രം ഒന്നിങ്ങനെ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ക്രോം യെല്ലോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ലെമൺ യെല്ലോ അല്ലെങ്കിൽ ക്രോം യെല്ലോ അങ്ങനെ ഏതെങ്കിലും ഒരു വൈറ്റിലേക്ക് നല്ലൊരു കോൺട്രാസ്റ്റ് ആയിരിക്കും. ആ ഒരു കളർ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു ഡ്രോപ്പ് ആക്കി കൊടുക്കുക. പിന്നെ നമ്മളിവിടെ ഇയർബഡ്സ് ആട്ടോ യൂസ് ചെയ്യുന്നത്, കോട്ടൺ ബഡ്സ് അല്ലേ. അപ്പോൾ ആ ഒരു കോട്ടൺ ബഡ്സ് വെച്ചിട്ട് നമ്മളിത് ഇതുപോലെ ആദ്യം ജസ്റ്റ് ഒന്നിങ്ങനെ ആ ഒരു പെയിൻറ്റിൽ ജസ്റ്റ് ഒന്നിങ്ങനെ സർക്കിൾ പോലെ ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ ഒരു വൈറ്റും എല്ലാം കൂടെ ലൈറ്റായിട്ടൊന്നിങ്ങനെ മിക്സായിട്ട് നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തെടുത്തു. പക്ഷേ അങ്ങനെ ചെയ്തു വന്നപ്പോഴാണ് ആ ഒരു യെല്ലോ കളർ തീരെ അങ്ങ് കാണുന്നില്ല, വളരെ കുറവായിരുന്നു തോന്നുന്നു നമ്മൾ ആഡ് ചെയ്തത്. അപ്പോൾ പിന്നെ ഞാൻ ആദ്യം ഇങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം കുറച്ചും കൂടെ ഒരു യെല്ലോ കളറും കൂടെ ഒന്നിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ ഒരു പെയിൻറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം തന്നെ ആ ഒരു യെല്ലോ കളർ ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ വൈറ്റ് കളർ എടുത്തതിൻ്റെ ഒരു പകുതി അളവിലെങ്കിലും ആ ഒരു യെല്ലോ കളർ ഒന്നിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാ ഭാഗത്തും ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോൾ മോള് പറയാണ് ബുൾസൈ പോലെ ഇരിക്കണമെന്ന്. നമ്മൾ എഗ്ഗ് ബുൾസൈ ആക്കുന്ന സമയത്ത് ഇതുപോലെ വൈറ്റ് ആയിട്ട് ഇങ്ങനെ ചുറ്റും ഒരു ഷേപ്പ്ലെസ് ആയിട്ടിരിക്കും. പിന്നെ അതുപോലെ അതിൻ്റെ നടുക്ക് ഇങ്ങനെ എഗ്ഗൊക്കെ ഇരിക്കില്ല, അപ്പോൾ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ ഭാഗത്തും ഒന്ന് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബഡ്സ് വെച്ചിട്ട് ആദ്യം ഒന്നിങ്ങനെ സ്പൈറൽ പോലെ ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ആ യെല്ലോ കളർ നന്നായിട്ട് വരുന്നുണ്ട്. നമ്മൾ 2 ഡ്രോപ്പ് ആക്കി കൊടുത്തല്ലോ. എന്നിട്ട് നമ്മൾ അതിന് ചുറ്റും ഇതുപോലെ അതൊരു റൗണ്ടായിട്ട് ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്തിട്ട് പിന്നെ ആ ഒരു ബഡ്സ് വെച്ചിട്ട് തന്നെ നമ്മളൊരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിലേക്ക് ആക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഒരു പെറ്റൽ പോലെ കിട്ടാനായിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. ഭയങ്കര എളുപ്പമാണ്. നമുക്കിങ്ങനെ ആദ്യം ഇങ്ങനെ കാണുമ്പോൾ തോന്നും കുറച്ച് പാടാന്നൊക്കെ, പക്ഷേ ഭയങ്കര എളുപ്പമാണ് ചെയ്തെടുക്കാൻ, നല്ല രസമാണ്. ചുമ്മാ നമ്മൾ ആ ഒരു ബഡ്സ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് നല്ലൊരു ഭംഗിയുള്ളൊരു റോസ് പൂവിന് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാ ഫ്ലവറും ഇതുപോലെ ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ നല്ല രസമായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടേ. അപ്പോൾ നമുക്കിനിയിപ്പോൾ അതിന് കുറച്ച് ലീവ്സും കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സാബ്രീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു റൗണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് ചുമ്മാ നമ്മൾ കുറച്ചിങ്ങനെ റഫായിട്ട് ഇങ്ങനെ കുറച്ച് ലീവ്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 2 ലീവ്സ് ഒരു 3 ലീവ്സ് അങ്ങനെയൊക്കെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ബ്ലാക്കിലേക്ക് യെല്ലോ വൈറ്റ് പിന്നെ ഒരു ഗ്രീൻ കളറും കൂടെ വന്നപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. എനിക്ക് ക്യാൻവാസ് പെയിൻറ്റിങ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര രസമാണ് ആ ഒരു ക്യാൻവാസ് പെയിൻറ്റിങ് ചെയ്യുന്നതൊക്കെ കാണാനായിട്ട്. പക്ഷേ ഒരുപാട് നല്ല അടിപൊളിയായിട്ടൊന്നും ചെയ്യാനൊന്നും അറിയില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഭയങ്കര ആഗ്രഹമുള്ളവർക്ക് പെട്ടെന്നൊരു ക്യാൻവാസ് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാനൊക്കെ ഉള്ളവർക്ക് പറ്റിയൊരു ടൈപ്പ് വർക്കാണ് കേട്ടോ. ഇത് ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് നമ്മളിങ്ങനെ ഓരോ ഡ്രോപ്പായിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ട് നമ്മൾ ബഡ്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ സ്പൈറൽ പോലെ ചെയ്തിട്ട് ഒന്നിങ്ങനെ സൈഡൊക്കെ ഒന്നിങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ ഒരു പെറ്റൽ പോലെ നല്ലൊരു റോസ് പൂവിനെ പോലെ തന്നെ നമുക്ക് കിട്ടും. കളേഴ്സൊക്കെ നമ്മളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് ഏതൊക്കെ കളേഴ്സാണ് ആ ഫ്ലവർ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് 2-3 കളേഴ്സൊക്കെ ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ബ്ലാക്കിലായതുകൊണ്ടാണ് ആ ഒരു വൈറ്റ് യെല്ലോ മാത്രം വെച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ ഫ്ലവേഴ്സും അതിന് ചുറ്റും ഒരുപാട് ലീവ്സൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വിചാരിച്ചു ഇങ്ങനെ എല്ലാം ഏകദേശം ഒരേ സൈസിലുള്ള കുറേ വലിയ ഫ്ലവേഴ്സ് അല്ലേ, അപ്പോൾ ഒരുപാട് ലീവ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ 1-2 കുഞ്ഞു ഫ്ലവേഴ്സും കൂടെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനിങ്ങനെ ഓരോ ഡ്രോപ്പായിട്ട് വൈറ്റ് കളർ പെയിൻറ്റിങ്ങിനെ ഒന്നിങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നടുക്ക് ഇങ്ങനെ കുറച്ചൊരു യെല്ലോ കളറും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബഡ്സ് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ചിട്ട് കുഞ്ഞു ഫ്ലവർ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വൈറ്റ് മാത്രമായിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ആ ഒരു യെല്ലോയിൽ ആ ഒരു സെയിം കണ്ടിന്യൂഷൻ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വലുതും ചെറുതൊക്കെ ആവാനായിട്ട് യെല്ലോ കളറും കൂടെ ആഡ് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ ഇങ്ങനെ കുഞ്ഞ് ഫ്ലവർ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയും കൂടെ ചെയ്ത് കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു ക്യാൻവാസ് ഷീറ്റ് നിറയെ ഒരുപാട് വലിയ ഫ്ലവേഴ്സും കുഞ്ഞു ഫ്ലവേഴ്സും കുറേ ലീവ്സൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ പെയിൻറ്റിങ്. വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന അത്രയും സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ നമുക്ക് ഈ ക്യാൻവാസ് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്കൊരു ഫ്രെയിം ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ കാർഡ്ബോർഡിൽ അല്ലെങ്കിൽ തെർമോക്കോളിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ചിട്ട് വാളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്താൽ നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പെയിൻറ്റിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പം ഞാൻ ഇതുപോലെ കഴിഞ്ഞ ദിവസം ഒരു പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബൊക്ക പോലെ ഇങ്ങനെ റെഡും പീച്ച് കളറും ലൈറ്റ് പിങ്കും വൈറ്റൊക്കെ കൂടെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ തോന്നിയാൽ കുറച്ചൊരു കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ചെയ്ത് നോക്കിയാലോ എന്ന്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.